Hello everyone, welcome to my channel OET Success Line. അപ്പോൾ ഞാനിവിടെ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ OET റോൾ പ്ലേയിൽ സാധാരണ സ്റ്റുഡൻസിനൊക്കെ കൂടുതലായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ മേക്കിങ്ങിലാണ്. കുറെ നമ്മൾ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ എഴുതി പഠിക്കും. പക്ഷെ ലാസ്റ്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് റോൾ പ്ലേ നമുക്ക് വരുമ്പോഴത്തേനും കൂടുതലായിട്ട് ആങ്സൈറ്റി ഒക്കെ ആയിട്ട് ചിലപ്പോൾ മറന്നു പോകും. ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന കുറച്ച് തെറ്റൊക്കെ വരുത്താറുണ്ട്. അപ്പം അതും തെറ്റൊന്നും വരുത്താതെ ഏതൊക്കെ സിനാരിയോയില് ഏതൊക്കെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് റേസ് ചെയ്യാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മളപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഹെഡ് നേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ ഹോം വിസിറ്റ്, അപ്പം ഡിഫറെന്റ് സിനാരിയോയിൽ ഒരുപാട് ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് സംസാരിക്കാം, ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ബിഫോർ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ. അപ്പോൾ അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മേക്കിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പേഷ്യന്റ് പാർട്ടിയാണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അവരോട് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, ആർ യു ദ മദർ ഓഫ് ദ ബേബി ചോദിക്കാം നമുക്ക്, അല്ലെ? ആർ യു ദ മദർ ഓഫ് ദ ബേബി ചോദിക്കാം, അല്ലെങ്കിൽ യു ആർ ദ ഫാദർ, റൈറ്റ്? ആ ഒരു ഇതിൽ ജസ്റ്റ് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് നമ്മൾ പുതിയ ഒരു പേഷ്യന്റിൽ വരുമ്പം പിന്നെ ഒരു ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് അന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അറിയാം ആ പേഷ്യന്റ് ഇന്ന ആളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6 days ആയിട്ട് ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്, അങ്ങനെ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മദർ ഓഫ് ദ ചൈൽഡ്, റൈറ്റ്, എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, നമ്മളപ്പം ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ റേസ് ചെയ്യാൻ സാധിക്കും? അതായത് വാട്ട് ബ്രോട്ട് യു ഹിയർ ടുഡേ, അത് നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ വാട്ട് സീംസ് ടു ബി ദ പ്രോബ്ലം ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് സീംസ് ടു ബി ദ പ്രോബ്ലം, ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു ഡിഫറെന്റ് സെന്റൻസ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, അതെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് സ്ട്രക്ചർ ആണ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഓക്കെ, അത് ചോദിക്കും. അടുത്തായിട്ട് വാട്ട് സീംസ് ടു ബി ബോദറിങ് യു, ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ റേസ് ചെയ്യാവുന്നതാണ്. പിന്നെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, നമുക്ക് ഏത് രീതിയിലുള്ള ഒരു ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാം. പിന്നെ പ്ലീസ് കൺവേ യുവർ കൺസേൺ, അതും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ അറിയില്ല. അത് ഞാനിപ്പോൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ട് ജസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏത് ഹെൽപ്പാണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പം നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കുവാണ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നൊക്കെ നമ്മൾ മുമ്പിൽ ക്വസ്റ്റ്യനേഴ്സ് കണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അവരൊരു റിപ്ലൈ തന്നു നമുക്ക്, ഐ ജസ്റ്റ് കെയിം ഹിയർ ഫോർ ദ പെയിൻ, ഐ എം ജസ്റ്റ് സഫറിംഗ് ലോട്ട് ഓഫ് പെയിൻ ഇൻ മൈ ഹെഡ്. ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ അവിടെ അപ്പൊ തന്നെ കൺസേൺ അഡ്രസ് ചെയ്യണം, അതെല്ലാവർക്കും അറിയാം. കൺസേൺ അഡ്രസ്സിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പെയിനെ കുറിച്ച് ചോദിക്കാൻ, ആ ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ പെയിൻ, അതൊക്കെ ചോദിക്കാൻ. അപ്പൊ ആ ഒരു രീതിയിൽ അത് എങ്ങനെ നമ്മൾ ലൊക്കേഷൻ ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അതിൽ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് ക്യാൻ യു ടെൽ മീ വെർ ഇറ്റ് ഹാർട്സ്, ആ ഒരു നമുക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ വെർ ഡു യു ഫീൽ ദ പെയിൻ, ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ മീ വെർ ദ പെയിൻ ഈസ്, എവിടെയാണ് പെയിൻ നിങ്ങളൊന്ന് ഷോ ചെയ്യുക, ഷോ മീ വെർ ദ പെയിൻ ഈസ്, ആ ഒരു നമുക്ക് സംസാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആസ്കിങ് അബൌട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദ പെയിൻ. നമ്മളൊരു എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചു, അതിനുശേഷം നമ്മൾ ആദ്യം കൺസേൺ അഡ്രസ് ചെയ്യണം, പിന്നെ ലൊക്കേഷൻ അറിയണം. ലൊക്കേഷൻ അറിഞ്ഞതിന് ശേഷം ഡ്യൂറേഷൻ ഓഫ് ദ പെയിൻ ഓർ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോബ്ലം അത് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അത് നമ്മൾ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? മെയിൻ ആയിട്ട് ഹൗ ലോങ് ഹാവ് യു ബീൻ സഫറിംഗ് ഫ്രം ദിസ് പെയിൻ, നമുക്ക് ചോദിക്കാമല്ലോ, എത്ര നാളായിട്ട് ഈ പെയിൻ നിങ്ങൾ സഫർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഒരു വേറൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്, അത് ചോദിക്കാം നമുക്ക്. അതല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് ഹൗ ഓഫനിങ് ദിസ് ഹാവ് ബീൻ ഒക്വറിങ്, ആ ഒരു രീതിയിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഹൗ ഓഫനിങ് ദിസ് ഹാവ് ബീൻ ഒക്കറിങ്, ആ ഒരു രീതിയിൽ നമുക്ക് പെയിൻ എത്രയൊക്കെ ഏതൊക്കെ ഫ്രീക്വൻസിയിൽ നമുക്കത് റേസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് വെൻ ഡിഡ് ദ പ്രോബ്ലം സ്റ്റാർട്ട്, അത് നമുക്ക് ചോദിക്കാം. ആ ഒരു യൂസേജും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ആസ്കിങ് അബൌട്ട് ദ സിവിയാരിറ്റി ഓഫ് ദ പെയിൻ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, അതായത് ഏത് പ്രോബ്ലം ആണെങ്കിലും അത് എത്രമാത്രം സിവിയാരിറ്റി ഉണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഈസ് ദിസ് പെയിൻ ഡൾ ഓർ ഷാർപ്പ്, സിവിയാരിറ്റി ഏത് രീതിയിലാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പം ഈസ് ദിസ് പെയിൻ ഡൾ ഓർ ഷാർപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്
വാട്ട് ഈസ് എ പെയിൻ ലൈക്ക്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്, വാട്ട് ഇസ് എ പെയിൻ ലൈക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ സിവിയർ ഇസ് ദ പെയിൻ. നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്ന could you please assess the pain score in the pain scale എന്നൊക്കെയാണ്. അതൊക്കെ നമ്മൾ മാറ്റി ചിന്തിക്കാം, അത് വേണമെങ്കിൽ ചോദിക്കാം, അത് ഒരിക്കലും ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. വേണമെങ്കിൽ ഈ ഒരു സെന്റൻസ് സ്ട്രക്ചേഴ്സ് കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പെയിൻ ലൈക്ക് ആൻഡ് ഹൗ സിവിയർ ഈസ് ദ പെയിൻ, ആ ഒരു നമുക്ക് ചോദിക്കാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡസ് ഇറ്റ് ഡിസ്റ്റർബ് യു അറ്റ് ദ നൈറ്റ് ചോദിക്കാം. ഡസ് ഇറ്റ് ഡിസ്റ്റർബ് യു അറ്റ് നൈറ്റ്, ആ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഈ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇതിപ്പം ഞാനിപ്പോ പറഞ്ഞു തന്നത് മുഴുവനും ഒരു റോൾ പ്ലേയിൽ കേട്ട് സംസാരിക്കാൻ അല്ല പറയുന്നത്. നിങ്ങൾക്ക് ആപ്റ്റായി തോന്നുന്നത് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നമ്മുടെ റോൾ പ്ലേയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു ഡീറ്റെയിൽസ് എടുക്കുവാണ്. പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, അതിൽ കണ്ടീഷൻ റിലേറ്റഡ് ടു ഹിസ്റ്ററി ഓർ വട്ട് എവർ ഇറ്റ് മേ ബി, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയൊക്കെ രീതിയിൽ എടുക്കാം. ഹാവ് യു ഹാഡ് എനി പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാലോ, ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് നമ്മളിപ്പോ ചോദിക്കുവാണെങ്കിൽ ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് എനി ടൈപ്പ് ഓഫ് ഓൺഗോയിങ് ഇൽനെസ്, അതിപ്പം ഒരു പർട്ടിക്കുലർ ഡിസീസ് ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ പാസ്റ്റ് ഹിസ്റ്ററി ഓർ ഫാമിലി ഹിസ്റ്ററി, നമുക്ക് അങ്ങനെ ചോദിക്കാം. ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് എനി ടൈപ്പ് ഓഫ് ഓൺഗോയിങ് ഇൽനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, okay, now we have got all the information from the പേഷ്യന്റ്. ആ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ അത് അസസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവെൻഷൻ വി ആർ ഗോയിങ് ടു ഗിവ് ടു ദ പേഷ്യന്റ്, അതെങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് വൈറ്റൽ സയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ വൈറ്റൽ സയൻസ് നമുക്ക് എടുക്കണം. അതല്ലെങ്കിൽ can I assess your area അല്ലെങ്കിൽ can I assess your leg, എവിടെയാണോ പെയിൻ ഓർ പ്രോബ്ലം പറയുന്നത് can I assess your body part എന്നോ അല്ലെങ്കിൽ can I examine your head എന്നോ, ആ ഒരു രീതിയിൽ പർട്ടിക്കുലർ സ്പേസ് ആണ് അവര് പ്രോബ്ലം എന്ന് പറയുന്നത്, ആ സ്പേസ് ഞങ്ങളൊന്ന് അസസ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അത് സംസാരിക്കും. അതിനുശേഷം ഓഫ് കോഴ്സ് യു ഹാവ് ടു സേ താങ്ക് യു, ലൈക്ക് താങ്ക് യു ഫോർ അലവിംഗ് മീ ടു അസസ് യുവർ ബോഡി പാർട്ട് എന്നോ അല്ലെങ്കിൽ ഏരിയ എന്നോ നമ്മൾ പറഞ്ഞവിടെ നിർത്താം. ഓക്കെ, നെക്സ്റ്റ്, ഓക്കെ, മെയിൻ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റീഅഷുറൻസിലേക്കാണ്. റീഅഷുറൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും, ഏതെങ്കിലും ഒരു റിലക്ടന്റ് പേഷ്യൻസിനോട്. ഇപ്പൊ റിലക്ടന്റ് പേഷ്യൻസ് പറയുവാണ് എനിക്ക് ഐ ഡോണ്ട് ഇൻട്രസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത് ദ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുവാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ കൺവിൻസ് ചെയ്യണം ആ പേഷ്യന്റിനെ, ആ ഒരു രീതിയിൽ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഇറ്റ്സ് എ ടൈം ടു സ്റ്റാർട്ട് വിത്ത് യുവർ ഇറ്റ്സ് ഹൈ ടൈം ടു സ്റ്റാർട്ട് വിത്ത് യുവർ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഡോണ്ട് വറി ഇറ്റ് വിൽ ഗോ എവേ ബൈ ഇറ്റ് സെൽഫ്, അതായത് ചെറിയൊരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്, അവര് കൂടുതലായിട്ട് ഓവർലി കൺസേൺ ആണ് ആ പേഷ്യന്റ് ആ ഒരു പർട്ടിക്കുലർ തിങ്സിനെ കുറിച്ച്, ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പറഞ്ഞ സെന്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റിയേഷൻസ് കൊടുക്കുന്നത് ദർ ഇസ് നത്തിങ് ടു ബി ഓവർലി കൺസേൺ അബൌട്ട്, there is nothing to be overly concerned about, നമുക്ക് ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഓക്കെ, ട്രൈ ടു കീപ് യുവർ പോസിറ്റീവ് വൈബ്സ് ഹൈ. ഓക്കെ, ഡോണ്ട് ബി പാനിക്, ബി കാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് റീഷൻസ് കൊടുത്തോണ്ടേ ഇരിക്കാം പേഷ്യൻസിന്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാം ഒരു റോൾ പ്ലേ തന്നെ യൂസ് ചെയ്യില്ല, നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ കീപ് യുവർ സ്പിരിറ്റ് ഹൈ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീപ് യുവർ മോറൽസ് ഹൈ എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഇനി നെക്സ്റ്റ്, ഓക്കെ, നമ്മളപ്പം അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ ഇതൊക്കെ കൊടുക്കാൻ നേരത്ത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ആ പേഷ്യൻസിനോട് റിയഷൻസ് ചെയ്തു, കൺസൾട്ടേഴ്സ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുവാണ് ആ കാര്യം ചെയ്യണം ഈ കാര്യം ചെയ്യണം എന്ന്. ഓക്കെ, ഐ സ്ട്രോങ്ലി സജസ്റ്റ് യു ടു ഹാവ് more amount of green leafy vegetables പറയാലോ, അല്ലെങ്കിൽ ഐ ഇൻസ്ട്രക്ട് യു പറയാം നമുക്ക്. അതും അല്ലെങ്കിൽ ഐ അഡ്വൈസ് യു, ഐ സ്ട്രോങ്ലി അഡ്വൈസ് യു ടു വാക്ക് അറ്റ്ലീസ്റ്റ് 30 minutes per day പറയാം നമുക്ക്. ആ ഒരു രീതിയിൽ സെന്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം, സജഷൻസ് അതർവൈസ് അഡ്വൈസ് കൊടുക്കാൻ നേരത്ത്. ഓക്കെ, റെക്കമെൻഡേഷൻസ് പറയാം അല്ലെ, ഐ വിൽ സ്ട്രോങ്ലി റെക്കമെൻഡ് യു, അതൊക്കെ ഡിഫറെന്റ് എന്താ പറയുക സെന്റൻസ് സ്ട്രക്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുവാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പേഷ്യന്റിന് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ എന്നുള്ള രീതിയിൽ. ഡു യു ഹാവ് എനി ക്വയറീസ്, അതെല്ലാം അവർ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് സ്ട്രക്ചർ ആണ്. ഡു യു ഹാവ് എനി ക്വയറീസ്, അത് ചോദിക്കാം.
അതല്ലാതെ ഈസ് ദർ എനിത്തിങ് ഡു യു വാണ്ട് മീ ടു എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഈസ് ദർ എനിത്തിങ് ഡു യു വാണ്ട് മീ ടു എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഡു യു ഹാവ് എനി ക്വയറീസ്, എനിത്തിങ് എൽസ് ഡു യു വാണ്ട് മീ ടു സേ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ പേഷ്യന്റ് ഫീഡ്ബാക്ക് എടുക്കാൻ പോവാണ്. അതായത് ഡസ് ദിസ് സൗണ്ട്സ് ഓക്കെ ചോദിക്കാം. ഡസ് ദിസ് സൗണ്ട് ഓക്കെ? അതല്ലെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്, അല്ലെങ്കിൽ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഓൾ മൈ ക്ലാരിഫിക്കേഷൻസ് വാട്ട് എവർ ഐ എക്സ്പ്ലെയിൻ യു എന്നൊക്കെ നമുക്ക് പറഞ്ഞ് ലാസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൺക്ലൂഷൻ പാരയിലേക്ക് നമ്മൾ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റിന് പോവാൻ നേരത്തെ അല്ലെങ്കിൽ ഒരു 5 minutes ഈസ് ഗോയിങ് ടു ബി ഓവർ, ആ ഒരു സമയത്ത് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷൻ പാരയിൽ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസ് ടു മീറ്റ് യു നമുക്ക് പറയാം, പിന്നെ പ്ലഷർ ടു മീറ്റ് യു പറയാം. അതല്ലെങ്കിൽ ഓക്കെ, ഫസ്റ്റ് നൈസ് ടു മീറ്റ് യു അല്ലെങ്കിൽ പ്ലഷർ ടു മീറ്റ് യു പറയാം, അതിലേതെങ്കിലും ഒരെണ്ണം. അതല്ലെങ്കിൽ വിൽ സി യു നെക്സ്റ്റ് ടൈം. ഇത് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. വിൽ സി യു നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു പേഷ്യന്റിന് ഫോളോ അപ്പ് കെയർ അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വിൽ സി യു നെക്സ്റ്റ് ടൈം എന്ന് പറയണം. അതല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ഓക്കെ, ആൻഡ് വിൽ സി യു സൂൺ വിത്ത് ഫോളോ അപ്പ് കെയർ. ആ ഒരു രീതിയിലാണ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് മെയിൻ ആയിട്ട് പേഷ്യന്റ് റിക്കവറി ആയി പോകുന്ന ഒരു പേഷ്യന്റിനോട് നമ്മൾ വിൽ സി യു സൂൺ എന്ന് ഒരിക്കലും പറയരുത്. ഓക്കെ, വിഷിംഗ് യു സ്പീഡി റിക്കവറി, ആ ഒരു സെന്റൻസ് സ്ട്രക്ചറും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എംപത്തറ്റിക് ഫ്രേസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. I can see that you are quite upset. I can see that you are quite upset, but don't worry. We all are here to help you, and we are going to give you a best treatment from this hospital. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് എംപത്തറ്റിക് ഫീലിംഗ്സിൽ അതൊരു കൺസേൺ അഡ്രസ്സിംഗ് പ്ലസ് നമുക്കത് പറയാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് നമുക്കൊരു എംപത്തറ്റിക് ആയിട്ടുള്ള ഇത് പറയുകയാണെങ്കിൽ എന്തുവാ, ഐ ക്യാൻ സെൻസ് വൈ യു ഹാവ് ദിസ് കൺസേൺ, അല്ലെങ്കിൽ ഐ ക്യാൻ ഫീൽ വൈ യു ഹാവ് ദിസ് കൺസേൺ എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. നെക്സ്റ്റ് അതല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതായത് ലെറ്റ് മീ ടെൽ യു, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ് ദാറ്റ് വി ഹാവ് ഗോട്ട് സോ മെനി എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഹു കെൻ റിയലി ഹെൽപ്പ് യു ഔട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഏഴ്സിലൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ സിറ്റുവേഷനിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പത്തറ്റിക് ആയിട്ടുള്ള ഇത് പറയുകയാണെങ്കിൽ എന്തുവാ, ഐ ക്യാൻ സെൻസ് വൈ യു ഹാവ് ദിസ് കൺസേൺ, അല്ലെങ്കിൽ ഐ ക്യാൻ ഫീൽ വൈ യു ഹാവ് ദിസ് കൺസേൺ എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. നെക്സ്റ്റ് അതല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതായത് ലെറ്റ് മീ ടെൽ യു, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ് ദാറ്റ് വി ഹാവ് ഗോട്ട് സോ മെനി എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഹു കെൻ റിയലി ഹെൽപ്പ് യു ഔട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഏഴ്സിലൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ സിറ്റുവേഷനിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ആസ് ഇറ്റ് ഈസ് നിങ്ങൾ ഇതിൽ പോയില്ലെങ്കിലും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വലിയ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് സെന്റൻസ് സ്ട്രക്ചർ ഭയങ്കര കോംപ്ലക്സ് സെന്റൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പിന്നെ കുറച്ചൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ 1-2 പിക്ക് ചെയ്തിട്ട് അങ്ങ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ കരുതുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കോ. കാരണം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റീഡിംഗ്. അതിലിപ്പം പർട്ടിക്കുലർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യവും പിന്നെ പിള്ളേരൊക്കെ മെസ്സേജും ഫോണിലും വാട്സ്ആപ്പ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റിംഗ് മാത്രം എടുക്കുമെന്ന്. റൈറ്റിംഗ് മാത്രം എടുക്കും, അതല്ലാണ്ട് റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിംഗ്, റീഡിംഗും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.